എല്ലാവർക്കും നമസ്കാരം. ചില കാര്യങ്ങളുണ്ട് പറയാൻ. ആരാണ് അയച്ചതെന്ന് അറിയണ്ടേ? രാധിക കൃഷ്ണൻ കാനഡയിൽ നിന്നാണ്. ഇതിനു മുമ്പേ അനുഭവമൊക്കെ അയച്ചിരുന്നു കേട്ടോ. കാനഡയിൽ എത്തിച്ചേർന്നതിന് ശേഷം ഭഗവാന്റെ അനുഗ്രഹത്താൽ ജോലി ലഭിച്ചതിനെക്കുറിച്ചും ഞാൻ എഴുതിയ മുൻ അനുഭവം സാറ് വായിച്ചിരുന്നു. പിന്നെയും പല കാര്യങ്ങളിലും ഭഗവാൻ എനിക്ക് പലവിധ അനുഭവങ്ങളും തന്നിട്ടുണ്ട്, മറിച്ച് തന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ കാര്യമാണ് കേട്ടോ. ഞാൻ എഴുതുന്നതിലോ ഉദ്ദേശിച്ചതിലോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാൻ പറയുന്നത് ഞാൻ ഉൾപ്പെടെ നമ്മിൽ ചിലരെങ്കിലും ഭഗവാന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മിക്കപ്പോഴും നമുക്ക് വന്നു ചേരുന്ന ഭൗതികമായ നേട്ടങ്ങളുടെ തോതിലാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതായത് നമ്മുടെ ധനസ്ഥിതിയിലൂടെ വർധനവ്, പുതിയ വീട്, ജോലി, അങ്ങനെ പലതും. ഈ രീതിയിൽ നമുക്ക് മാറ്റങ്ങൾ അനുഭവപ്പെട്ടില്ലെങ്കിൽ ചിലരെങ്കിലും ഭഗവാനോട് പരാതി പറയുകയോ കുറച്ചെങ്കിലും നിരാശരാവുകയോ ചെയ്യാറുണ്ട്. പലരും പറയുന്നത് കേൾക്കാറുണ്ട്. പക്ഷേ എനിക്ക് അതിശക്തമായി ആ പൊന്നുഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിൽ വരുന്ന മനോഭാവങ്ങളിലെ മാറ്റങ്ങളായി പ്രത്യേകിച്ച് ഈ അടുത്ത സമയങ്ങളിൽ മനസ്സിലാവുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഭഗവാനിൽ മനസ്സ് സമർപ്പിക്കുമ്പോൾ നമ്മളിൽ വന്നു ചേരുന്ന അനിർവചനീയമായ ആത്മശക്തി, മുൻപ് പല അവസരങ്ങളിലും പേടി തോന്നിയ കാര്യങ്ങളെ അഥവാ യാഥാർത്ഥ്യങ്ങളെ സമീപിക്കാനുള്ള ധൈര്യം, നമ്മുടെ കാഴ്ചപ്പാടിലുണ്ടാവുന്ന വിശാലത, ഇതെല്ലാം ആ ആശ്രിത വത്സന്റെ കടാക്ഷമാണെന്ന് നമുക്ക് മനസ്സിലാവും. സർവോപരി ആ പുതിയ വെളിച്ചത്തിലൂടെ നമ്മൾ ഭഗവാനിൽ വിശ്വാസം അർപ്പിച്ച് സഞ്ചരിക്കുകയാണെങ്കിൽ അത് നമ്മെ ഭൗതിക പ്രശ്ന പരിഹാരങ്ങളിലേക്ക് നയിക്കുന്നതായിട്ട് അനുഭവപ്പെടും. ഞാൻ മുൻകത്തിൽ പറഞ്ഞതുപോലെ കേവലം മനസ്സ് എന്ന സമർപ്പണ ശക്തിയിൽ മറ്റുള്ള ഭക്തരുടെ അനുഷ്ഠാനങ്ങളിൽ നിന്നും അനേക കാതും പിന്നിൽ നിൽക്കുന്ന ഞാൻ ത്രിമധുരം ഗ്രൂപ്പിൽ വന്നതിന് ശേഷം കൂടുതൽ നല്ല രീതിയിൽ അനുഷ്ഠാനങ്ങളിലൂടെ മഹത്വങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിനെല്ലാവരോടും സർവേശ്വരനോടും കടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ എഴുതിയത് നീണ്ടുപോയി, സാർ ക്ഷമിക്കണം. ഇനിയും ഒരുപാട് അനുഭവങ്ങൾ എഴുതാൻ ഭഗവാൻ അനുഗ്രഹിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് രാധിക കൃഷ്ണൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ നല്ല മനസ്സോടെ പ്രാർത്ഥിക്കുക എന്ന് ഒറ്റ വാക്കിൽ നമുക്ക് പറയാം. ഈ കാര്യങ്ങളെക്കുറിച്ച് ഇതൊരു അനുഭവമല്ല, പക്ഷേ ജീവിത സത്യമാണ്. കുറേ കാലം ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ ഇങ്ങനെ കുറച്ച് താത്വികമായിട്ടും നമ്മുടെ ചിന്തയ്ക്ക് മുകളിലേക്ക് നമ്മൾ സഞ്ചരിക്കും. ഇങ്ങനെയാണ് ഭഗവാനെ കാണേണ്ടത് എന്നുള്ളത് വളരെ മനോഹരമായി എഴുതിയ രാധിക കൃഷ്ണന് വളരെ സന്തോഷം, സ്നേഹം. പിന്നെ നമ്മളെ ഗ്രൂപ്പിലെ അംഗമാണ്. നിങ്ങൾക്കും വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം, ജോയിൻ ബട്ടണിലൂടെ വരിക. കുറേ കാര്യങ്ങളുണ്ട്. വേറെ വിശേഷമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ.